ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന അംഗീകൃത രാജ്യങ്ങളുടെ കപ്പലുകളിൽ നിന്ന് സർവീസ് ഫീസ് ഈടാക്കാൻ ഇറാന്റെ ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. രുചിപ്പെരുമ വിളിച്ചോതി വിഭവസമൃദ്ധമായ ഓണസദ്യ ഓഗസ്റ്റ് 21 മുതൽ 27 വരെ കിഴക്കേക്കോട്ട പാഞ്ചാലി ബേക്കറി ജംഗ്ഷൻ ഇന്ദ്രപുരി ഈഞ്ചക്കൽ പല്ലവ. ആഘോഷിക്കാം ഈ പൊന്നോണം രാജധാനി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിനൊപ്പം. അമേരിക്കയുമായുള്ള നയതന്ത്ര തർക്കങ്ങൾ രൂക്ഷമായി തുടരുന്നതിനിടെയാണ് സുപ്രധാനമായ ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. നാവിഗേഷൻ, പരിസ്ഥിതി സംരക്ഷണം, ഇന്ധനം നിറയ്ക്കൽ തുടങ്ങിയ സേവനങ്ങൾക്കാണ് ഫീസ് ഈടാക്കുക എന്ന് ഇറാൻ ദേശീയ സുരക്ഷാ കമ്മീഷൻ വക്താവ് ഇബ്രാഹിം റൈസായി വ്യക്തമാക്കി. ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയും പുരോഗതിയും ഉറപ്പാക്കുന്നതിനുള്ള തന്ത്രപരമായ കർമ്മ പദ്ധതിയുടെ 3ാം അനുച്ഛേദം ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗീകരിച്ചതായി ഇറാൻ ഔദ്യോഗിക മാധ്യമമായ IRIB റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ തീരുമാനമുള്ളത്. ഇൻഷുറൻസ്, അതോടൊപ്പം തന്നെ സുരക്ഷ തുടങ്ങിയ മറ്റ് സേവനങ്ങൾക്കും ഫീസ് നൽകേണ്ടി വരും. ഇറാനിയൻ റിയാലോയോ രാജ്യം ആവശ്യപ്പെടുന്ന മറ്റ് വിദേശ നാണയങ്ങളിലോ തുക അടയ്ക്കാൻ കഴിയുന്ന തരത്തിലുള്ള വളരെ ലളിതമായ സാമ്പത്തിക വ്യവസ്ഥകളാണ് ഇതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നാണ് ഇറാനിയൻ വക്താവ് പറയുന്നത്. അമേരിക്ക തങ്ങളുടെ ബാധ്യതകൾ നിറവേറ്റുകയും നിലപാടുകൾ തിരുത്തുകയും ചെയ്യാതെ ഹോർമൂസ് കടലിടുക്ക് തുറക്കില്ലെന്ന് ഇറാൻ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ സെക്രട്ടറി മൊഹ്സെൻ റെയ്സായി പറഞ്ഞു. സൈനിക നടപടികളിൽ പരാജയപ്പെട്ട അമേരിക്ക ഇപ്പോൾ സാമ്പത്തിക ഉപരോധത്തിലൂടെ ഇറാനെ തകർക്കാനാണ് ശ്രമിക്കുന്നത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാൽ ഇറാൻ കീഴടങ്ങുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഉറപ്പ് നൽകിയിരുന്നതായും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. അതേസമയം ഹോർമൂസ് കടലിടുക്ക് അമേരിക്കയുടെ പുതിയ പ്രദേശമാണെന്ന് അവകാശപ്പെട്ട US പ്രസിഡന്റ് ട്രംപ് രംഗത്ത് വരുന്നുണ്ട്. തന്റെ സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. ഓഗസ്റ്റ് 18-നും സമാനമായ പോസ്റ്റ് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 14-ന് ലോങ് ഐലൻഡിൽ നടന്ന പോലീസ് അക്കാദമി സമ്മേളനത്തിലും ഹോർമൂസ് കടലിടുക്ക് അമേരിക്കൻ പ്രദേശമായി പ്രഖ്യാപിക്കുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇറാനുമായി യാതൊരുവിധ തരത്തിലുമുള്ള ബന്ധവും പാടില്ലെന്ന് വിദേശ രാജ്യങ്ങൾക്ക് ട്രംപ് കർശന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കൻ നിലപാടുകളിൽ മാറ്റം വരാതെ കടലിടുക്ക് തുറക്കില്ല എന്ന് ഇറാൻ ആവർത്തിക്കുമ്പോഴും നയതന്ത്ര ചർച്ചകൾക്ക് തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ വ്യക്തമാക്കുന്നു. രാജ്യത്തിന്റെ ശക്തിയും അന്തസ്സും സംരക്ഷിച്ചുകൊണ്ട് തന്നെ നിലവിലെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലോകത്തെ എണ്ണ വിതരണത്തിന്റെ 20% കടന്നുപോകുന്നത് ഹോർമൂസ് കടലിടുക്കിലൂടെയാണ്. അതിനാൽ ഈ പാതയിലൂടെ ഉണ്ടാകുന്ന ഏത് തടസ്സവും ആഗോള വിപണിയിൽ ഇന്ധനവില കുതിച്ചുയരാൻ ഒരു പ്രധാന കാരണമായി മാറും. ഒമാനും ഇറാനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഈ കടലിടുക്കിനുമേലുള്ള നിയന്ത്രണത്തെ ചൊല്ലി വർഷങ്ങളായി അമേരിക്കയും ഇറാനും തമ്മിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. മുമ്പ് പലതവണ വിദേശ കപ്പലുകൾക്ക് നേരെ ഇവിടെ വെച്ച് ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഉപരോധങ്ങൾ കടുപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇറാന്റെ എണ്ണ കയറ്റുമതി പൂർണ്ണമായും തടയാനാണ് അമേരിക്കൻ ഭരണകൂടം ശ്രമിക്കുന്നത്. ഇതിന് മറുപടിയായിട്ടാണ് തങ്ങളുടെ സമുദ്ര അതിർത്തിയിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് കർശന നിയന്ത്രണങ്ങളും ഫീസും ഏർപ്പെടുത്താൻ ഇറാൻ തീരുമാനിച്ചത്. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിയുടെ പ്രധാന ആശ്രയമായ ഈ പാത അടച്ചിടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നതാണ് ഏറ്റവും പ്രധാന കാര്യം.